ചെങ്ങാറ് ഇറങ്ങിയപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ നമ്മളിവിടെ പെട്രോൾ പമ്പിൽ കയറിയിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി. അപ്പൊ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ഹൈലൈറ്റ് ആണ് എപ്പോഴും മരങ്ങൾ. ഭയങ്കര മരമില്ല മോളൂ, ഈ മരം നോക്കിയില്ലേ നീ? അപ്പൊ ഇത് കണ്ടോ, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. നമ്മൾ എന്തായാലും ഇറങ്ങി വീഡിയോ എടുക്കാൻ. നമ്മൾ ഇറങ്ങുമ്പോ മഴ ഉണ്ടായിരുന്നില്ല. അപ്പതേ ഇപ്പത്തെത്തി ഞങ്ങൾ ഇറങ്ങി വീണ്ടും നല്ല മഴയും. അപ്പൊ അതേ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ബീച്ചിലോട്ട് നടന്നു. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി മഴയൊക്കെ ഏകദേശം കുറഞ്ഞ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ചിലേക്ക് ഉള്ളിലേക്ക് വന്നു. ഇവിടെ ബീച്ചിന്റെ സൈഡിൽ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ചെമ്മീൻ ഞണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടോട്ടോ. ഇവിടെ തന്നെ ചീനവലകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് പിടിക്കുന്ന മീൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് കണ്ട് ഇതുപോലെ ഒരുപാട് ചീനവലകൾ നമ്മുടെ ഈ ബീച്ചിനോട് ചേർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ വോക്ക് വേ ഉണ്ട്. പിന്നെ വോക്ക് വേയിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരുപാട് ശംഖിലൊക്കെ ചെയ്തിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കൂടുതലും വിദേശികളാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട് ഇമാനുൽ കോട്ടയാണ് ഈ കാണുന്നത്. ഇത് ഏഷ്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണിത്. അപ്പൊ നമ്മൾ നടന്നത് കുറച്ച് ഉള്ളിലേക്ക് എത്തി. ഇവിടെ ഇങ്ങനെ കുറെ 2-3 വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. കണ്ടപ്പോ നമുക്ക് അവിടെ അറ്റം വരെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. പിന്നെ കുറെ പേര് ഇതിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. മഴ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ കാറ്റാണ് കേട്ടോ നന്നായിട്ടുള്ളത്. അപ്പൊ കുറെ പേര് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ബീച്ചിലേക്ക് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വ്യൂ പോയിന്റിൽ കുറച്ച് ദൂരം നടന്നു. അങ്ങനെ കുറെ നല്ല തിരക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്ന വ്യൂ പോയിന്റ് ബാക്കിൽ വന്ന് തിര നല്ല ശക്തിയായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റുള്ളതുകൊണ്ട് തിര നല്ല ശക്തിയിൽ തന്നെ വന്ന് അടിക്കുന്നുണ്ട്. മുകളിലേക്ക് വ്യൂ പോയിന്റ് മുകളിലേക്ക് വന്ന് അടിക്കുന്നുണ്ട് തിര. ഈ ബീച്ചിൽ നമുക്ക് കുറെ ദൂരം മുന്നോട്ട് ഇങ്ങനെ നടന്ന് പോകാം. അറ്റം വരെ ഓരോ വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് ഒരുപാട് ദൂരം നടന്നിങ്ങനെ പോകാട്ടോ കോട്ടയത്തിൽ തന്നെ. പിന്നെ ഇവിടെ അഴിമുഖം, അത് കപ്പൽച്ചാല അഴിമുഖം ആയതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങി കളിക്കൽ കുറവാണ് കേട്ടോ. വളരെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമായിട്ടാണ്. അവിടെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ച് മാത്രം ഇവിടെ ഇറങ്ങി കളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ബീച്ചിൽ അങ്ങനെ പോലെ അധികം അങ്ങനെ ഇറങ്ങി കളിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് ശ്രദ്ധിച്ചിറങ്ങേണ്ട ബീച്ച് തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴായാലും കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങി കളിക്കണമെങ്കിലൊക്കെ. അപ്പൊ ഒരു ഷിപ്പ് ഇതാ പാസ് ചെയ്ത് തന്നെയുണ്ട്. ഇപ്പം ചോദിച്ച് ചെയ്ത് കാണിച്ചു തരാം.
അങ്ങനെ ഉണ്ണിക്കൊരു ഊഞ്ഞാല് കിട്ടിയിട്ട് അപ്പൊ അവൻ അതിനകത്തിരുന്ന് ആടാൻ തുടങ്ങി. മഴ ഇപ്പൊ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും മഴയത് നനഞ്ഞില്ല. പിന്നെ നമ്മൾ മഴയിൽ തന്നെ അങ്ങോട്ട് നടാൻ എന്തായാലും കംപ്ലീറ്റ് നനഞ്ഞു. അപ്പൊ അത് അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടാ. ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടും ഈ വ്യൂ പോയിന്റിൽ ഫോട്ടോസ് എടുക്കുക, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുക, അതാണ് ഇപ്പൊ മെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ 2-3 വ്യൂ പോയിന്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. കൂടുതലും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും ഫോട്ടോസ് ബീച്ചിൽ പ്രത്യേക വിദേശികൾ, പിന്നെ അല്ലാണ്ട് തന്നെ കുറെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും എല്ലാവരും വന്നു പോകുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കൊച്ചിയിൽ. മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പൊ എല്ലാവരും സെൽഫി എടുക്കുമ്പോൾ നമ്മൾ മാത്രമായിട്ട് എന്തിനാ കുറക്കണമെന്ന് ഓർത്തിട്ട് നമ്മളും എടുത്തിട്ടുണ്ടോ കുറെ സെൽഫി. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒറിജിനൽ പീരങ്കിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ദൂരം എന്ന് പറഞ്ഞവർക്കൊക്കെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിന്റെ സൈഡിൽ തന്നെയുള്ള ഹോം സ്റ്റേ ആണിത്. അപ്പൊ അങ്ങനെ ആ മഴ മുഴുവനും നനഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ നടന്നപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ. അവിടെ ഓപ്പോസിറ്റ് നമ്മളുടെ വൈപ്പിനെ ഉണ്ടാക്കുന്ന വൈപ്പിന്റെ ഭാഗം എൻട്രൻസും കാര്യങ്ങളൊക്കെ. മഴയൊന്നും ഒരു പ്രശ്നമേ അല്ലാന്നും പറഞ്ഞാട്ടോ എല്ലാവരും ബീച്ചിൽ വന്നിരിക്കുന്നത്. റെയിൻകോട്ട് ഇടാത്തതിനൊക്കെ. ഇതെന്താന്ന് മനസ്സിലായി, ഇത് നമ്മളുടെ ഈ ബീച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെരുപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ നേരം നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മളിതാ പാനിപ്പൂരി കഴിക്കാൻ വിചാരിച്ചു. ഉണ്ണിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ പാനിപ്പൂരി. അപ്പൊ അങ്ങനെ പാനിപ്പൂരി ഓർഡർ ചെയ്തു. ചേട്ടൻ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പാനിപ്പൂരി കഴിഞ്ഞിട്ട് പിന്നെ ബേൽപൂരി പറഞ്ഞിട്ടാ. അപ്പൊ അത് ചേട്ടാൻ റെഡിയാക്കണുണ്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫോട്ടോജി ബീച്ചിന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ. അപ്പൊ ഇനിയും നമ്മളുടെ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ, വീണ്ടും കാണാം.